റബ്ബർ കൃഷി, മുന്തിരിത്തോട്ടങ്ങൾ, തെങ്ങിൻ തോട്ടങ്ങൾ, ഇങ്ങനത്തെ കൃഷിയെല്ലാം ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ താഴെ കാണുന്നത്. നമ്മളിപ്പം മുന്തിരിത്തോട്ടത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ. അപ്പോൾ നമ്മുടെ അണ്ണൻ്റെ സ്ഥലമാട്ടോ ഈ കാണുന്നത്. നമുക്ക് പേര് സ്ഥലം കണ്ട ലോകേഷ്. അപ്പം നമുക്കിതിൻ്റെ അകത്ത് കയറിയിട്ട് മുന്തിരിയുടെ കാഴ്ചകളെ കാണാം. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ, ഫുള്ള് മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ മുന്തിരികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കായ്ച്ച് പഴമായിട്ട് കിടക്കുക. എന്താ രസം നോക്കിയേ. നമ്മളാണെങ്കിൽ ഇന്നാളാണെങ്കിൽ ബാംഗ്ലൂരിലെ മുന്തിരിത്തോട്ടങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് പച്ച മുന്തിരിയായിരുന്നു എക്സ്പ്ലോർ ചെയ്തത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് റോസ് മുന്തിരി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ കമ്പത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റോസ് മുന്തിരിയും അതേപോലെ തന്നെ സീഡ്ലെസ് ആയിട്ടുള്ള പച്ച മുന്തിരിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ നിന്നാണ് കേരളത്തിലേക്കൊക്കെ വരുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല ഡാർക്കായ മുന്തിരികളാണ്. മുന്തിരി വെട്ടിയെടുക്കാൻ പാവമായ രീതിയിലുള്ള മുന്തിരിക്കാണ് ഡാർക്കായ മുന്തിരി എന്ന് പറയണേ. ഹൈ 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 ഹൈ. ரெடி பண்ணுறதுக்கு வந்து 1 வருஷம் ஆகும். அந்த பொடியெல்லாம் இது பண்ணுறதுக்காண்டி. ஓகே. 1 இயர்ஸ் ஆகும். ஓகே. அடுத்து கவாத்தெல்லாம் அடித்த பிறகு ஒரு மருந்து தடவுவாங்க. ஓகே. மருந்து தடவின பிறகு அதுக்கடுத்து தளைஞ்சு வரும். தளைஞ்சு வந்தோடனே அதுக்கடுத்து கருங்குடி தள்ளுவான்னு சொல்லுவாங்க. இதில் கவாத்து அடிக்கிறது அதெல்லாம் இந்த இதோட அப்படியே கட் பண்ணி இது பண்ணுவாங்க. எடுத்தோன்னா அதுக்கடுத்து மருந்து தடவுவாங்க. மருந்து தடவின பிறகு கருங்குடி எடுப்பாங்க. அதுக்கடுத்து தேக்குறதுன்னு சொல்லிட்டு தேக்குவாங்க. இந்த இலை இருக்குல்ல, கிளையில அதை வச்சு அப்படியே கொஞ்சம் இது பண்ணுவாங்க, கட் பண்ணுவாங்களே. ஓகே ஓகே. கட் பண்ண மாட்டாங்க, அந்த இது அப்படியே இது பண்ணுவாங்க, நசுக்கி விடுவாங்க அப்படியே லைட்டாக. ஓகே. இது உடச்சி விடுவாங்களா லைட்டாக? அப்புறம் வந்துட்டு இந்த மாதிரி கட்டி விடுவாங்க. ஓகே. இல்லைன்னா இதாயிரும் அப்படின்னு சொல்லிட்டு அதுக்கடுத்து அப்படியே இதாயிரும். மருந்து அதுக்கு மருந்து அடிக்கணும். ஓகே. மருந்து அடிச்சதுக்கு அப்புறம் வந்து இது வந்து பூ வருவாங்களா? பூ ஃபஸ்ட்டு ரெண்டாவதுலேயே வந்து ஃபஸ்ட்டே வந்துடும். ஃபஸ்ட்டு பூ வந்ததுக்கு அப்புறம் தான் அது கட் பண்ணுவாங்களா? ஆமாம். ஓகே ஓகே. எல்லாம் வந்து எல்லாம் பண்ண பிறகு தான் அது. அந்த பூ வந்ததுக்கு அப்புறம் வந்து எவ்வளோ நாள் இந்த ரெடி ஆகுதுக்கு? 100 days, 110 அதெல்லாம் ரெடி ஆயிரும். ஆனால் லாஸ்ட்டாக இருக்கிறது வந்து 120 days. இப்போ வந்து பூ ஆயதுக்கு அப்புறம் 120 daysக்குள்ளே வந்து இது கட் பண்ணலாமா? கட் பண்ணு இந்த கிளையெல்லாம் வெட் பண்ணுறோம்ல. ஓகே. அதுலேருந்தே 120 days. ஓ, அந்த கட் பண்ணதுக்கு அப்புறம் வந்துட்டு பூ உண்டாகி அந்த 120 daysக்குள்ளே வந்து ഇത് வந்து ഫ്രൂട്ട് ആയിടും. ഫ്രൂട്ട് ആയിരും. ഇതെല്ലാം ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. അത് ഒരു റൗണ്ട് എടുപ്പാங்க. ഇപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ചും കൂടെ പഴമായിട്ടുണ്ട് കേട്ടോ. നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന കേട്ടോ. ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി. ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി. ഇപ്പം നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന മുന്തിരി കണ്ടോ, ഈ കാണുന്ന മുന്തിരിയൊക്കെ ആണെങ്കിൽ നാളെ കട്ട് ചെയ്യാനുള്ള കേട്ടോ. കേട്ടോ നല്ല டார்க்கு ஆயிட்டு நிற்கும்ல ரோஸ் கலரில் தண்டு இருக்குல்ல, இதை கட் பண்ணி அப்படியே நட்டு வச்சு அப்படியே அதில் ஒரு செடி மாதிரி இது பண்ணி அப்படியே அதிலிருந்து அந்த இதுலேயும் கட் பண்ணுவாங்க. கட் பண்ணி இந்த மாதிரி செடியை வைப்பாங்க உள்ள. ஓ, இப்போ கீழே வந்து வேற செடி இல்லை ஆமாம் ஆமாம், அதே ஒரே இதுதான். அதில் வந்து இப்போ பிடிக்காது, நம்ம இந்த இதெல்லாம் പിടിക്കും. ഓ അപ്പടിയാ. ഈ കാണുന്ന ഈ വെള്ള കാണുന്നുണ്ടോ, ഇതൊക്കെ വിഷം അടിച്ചേക്കുന്ന കേട്ടോ. അപ്പം നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചയാട്ടോ, പഴുക്കാൻ ഇനിയും സമയമെടുക്കും. ഈ മുന്തിരിക്കാണെങ്കിൽ പൂവുണ്ടായിട്ട് കായ്ച്ച് അത് നമുക്ക് വെട്ടിയെടുക്കാൻ പരുവത്തിലാണെന്നുണ്ടെങ്കിൽ 4 മാസം, അതായത് 120 ദിവസമാണ് വേണ്ടത്.
അപ്പോൾ നമ്മൾ മുന്തിരിത്തോട്ടത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന തോട്ടമില്ലേ, ഇതാണെന്നുണ്ടെങ്കിൽ 1 ഏക്കർ സ്ഥലമാട്ടോ. 1 ഏക്കർ സ്ഥലത്താണ് ഈ മുന്തിരിത്തോട്ടം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 1 ഏക്കർ നിറച്ചിപ്പോൾ മുന്തിരി കായ്ച്ച് കിടക്കുക കേട്ടോ. 2 വർഷമായ ചെടികളാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോ ചെടിയുടെ ചോട്ടിക്കൂടെയാണെന്നുണ്ടെങ്കിൽ പൈപ്പ് കൊടുത്തിരിക്കുവാണ്. മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചെടികളുടെ ചോട്ടിക്കൂടെ വെള്ളം എത്തും. പ്രത്യേകിച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുകയൊന്നും വേണ്ട. നല്ല മധുരമുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ മുൻതോട്ടത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല, അത്രയും ഭംഗിയായിട്ടാണ്. ഇപ്പം ഈ ഏരിയയിലെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്. ചില തോട്ടത്തിൽ മാത്രമാണ് മുന്തിരി ഉള്ളൂ ഓഫ് സീസണിലെ. എന്താ രസമല്ലേ. മുന്തിരി തോട്ടത്തിൽ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ശരിയാണ്, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മുടെ ഈ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് വാഴത്തോട്ടം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ വാഴയൊക്കെ ആണെങ്കിൽ കൊലച്ച് നിൽക്കുവാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു കിളിക്കൂട് നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വൈകുന്നേരം കണ്ട സെയിം കാളക്കൂട്ടന്മാരാട്ടോ. അപ്പം നമ്മുടെ പുറകിൽ നോക്കിയേ, ഫുള്ള് തെങ്ങും തോപ്പാട്ടോ. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തെങ്ങുകളെല്ലാം. ഇപ്പോൾ തെങ്ങിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ആണെങ്കിൽ സൂര്യപ്രകാശം അടിക്കുമ്പോഴുള്ളൊരു പ്രത്യേക രസമാണ് കാണാൻ. ഇപ്പോൾ നമ്മുടെ നേരെയാണെന്നുണ്ടെങ്കിൽ വിൻഡ് മിൽസൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇതേ നമ്മുടെ ചുറ്റും വിൻഡ് മില്ലും ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ വിൻഡ് മില്ലാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ പേരാട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന വിൻഡ് മില്ലാണെങ്കിൽ പേര് സുലോചന. പിന്നെ അവിടെ ആയിട്ടുള്ള വിൻഡ് മില്ലിനാണെങ്കിൽ പേര് സന്തോഷ്. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മുടെ ഈ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് വാഴ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാഴയൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ വാഴ വെട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വാഴക്കൊല നിൽപ്പുണ്ട് വേറെ. ബാക്കിലെ റോഡ് കേട്ടോ. നമ്മൾ ആ റോഡ് വഴിയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നല്ല രസമുണ്ട് 2 സൈഡിലും തെങ്ങൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടി. നമ്മൾ ആ കാണുന്ന മല കയറിയാണ് നമ്മൾ മേഘമലയ്ക്ക് പോയത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും നല്ല രീതിയിൽ നിൽക്കുന്ന മലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. എല്ലാ വിൻഡ് മില്ലും ആണെന്നുണ്ടെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഈ വിൻഡ് മില്ലാണെന്നുണ്ടെങ്കിൽ നല്ല സൗണ്ടാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് കറങ്ങിയാൽ പോലും നല്ല സൗണ്ടാണ്. അപ്പം ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഒരു ഫാൻ പോലെ തോന്നും. അടുത്ത് ചെല്ലുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഈ വിൻഡ് മില്ലിൻ്റെ ലീഫും അതേപോലെ തന്നെ ആ പില്ലറും മോട്ടറും ഒക്കെ നമുക്ക് വണ്ടിയെ കൊണ്ടുപോകണം കാണാൻ പറ്റും. ഈ സേലം നമുക്ക് ആ വഴിക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതൊക്കെയാണെങ്കിൽ കൊണ്ടുപോകണം വണ്ടിയുടെ നീളം കാണണം, എന്നാ നീളമാണെന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഈ വിൻഡ് മില്ല് ഇത്രയും നീളം ഉണ്ടെന്നുള്ളത്, ഇത്രയും വലിപ്പം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിന്നമന്നൂരിൽ നിന്ന് കമ്പം പോകുന്ന മെയിൻ റോഡിലാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കുമ്മിളിക്ക് പോകുന്ന മെയിൻ ഹൈവേ കേട്ടോ. അപ്പോൾ നമ്മുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നെൽപ്പാടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. നെൽക്കതിരൊക്കെ ആണെങ്കിൽ ഫുള്ള് വിളഞ്ഞ് നല്ല മഞ്ഞ കളറിൽ നിൽക്കുക കേട്ടോ. കുറേ ഏരിയയിലാണെങ്കിൽ നിറച്ച് നിൽക്കുക നല്ല ഭംഗിയായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലായാലും നമുക്ക് കാണാൻ പറ്റും. വണ്ടികളൊക്കെ ചറപറാന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെൽപ്പാടത്തിൻ്റെ ഡ്രോൺ ഷോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സമയം ഓൾറെഡി 5 മണി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിനി അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി ഡാർക്കായി നല്ലപോലെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോസിൽ കാണാം. ബൈ ബൈ.